Hello students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് റിലേഷനെ കുറിച്ചിട്ടാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷനെ കുറിച്ചിട്ടാണ്. നമുക്കൊരു 5 റിലേഷൻസ് ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ റിലേഷൻ ആർ ഓൺ എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ടു itself. A relation R on a set A to itself. എന്ത് റിലേഷൻ വരാം? ഫസ്റ്റ് വൺ യൂണിവേഴ്സൽ റിലേഷൻ ആണ്. യൂണിവേഴ്സൽ റിലേഷൻ. ദി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഐഡന്റിറ്റി. ഐഡന്റിറ്റി റിലേഷൻ. ദി തേർഡ് വൺ എന്ന് പറയുന്നത് empty or void relation. Okay, ഇതിൽ യൂണിവേഴ്സൽ റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? യൂണിവേഴ്സലിന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരാം? മൊത്തത്തിലുള്ളതെന്നൊക്കെ ഓർമ്മ വരില്ലേ? അപ്പോൾ യൂണിവേഴ്സൽ റിലേഷൻ ആർ എന്ന് പറയുന്നത് നമുക്ക് ആർ ഈക്വൽ ടു എ ക്രോസ് എ എന്ന് എഴുതാം. എ ക്രോസ് എ എന്ന് പറയുന്നത് എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താ? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. എ ക്രോസ് ബി നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു. അതുപോലെ എ എന്ന് ഇറ്റ്സെൽഫ് ആണല്ലോ. അപ്പോൾ എ ക്രോസ് എ എന്ന് എഴുതാം. ഈ ഐഡന്റിറ്റി റിലേഷൻ ആണെങ്കിൽ ഐഡന്റിറ്റി റിലേഷൻ ആർ ഈക്വൽ ടു സെറ്റ് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ എ. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി റിലേഷൻ എന്ന് പറയുന്നത്. ഇനി empty or void റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളൊരു ഡെഫിനിഷൻ പോലെയാണ് പറയുന്നത്. എനി എലമെന്റ്, എനിയല്ല നോൺ എലമെന്റ് റിലേറ്റഡ് ടു എനി എലമെന്റ്. ഓക്കെ, നോൺ എലമെന്റ് റിലേറ്റഡ് ടു എനി എലമെന്റ്. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ empty or void റിലേഷൻ എന്ന് പറയും. എംറ്റിയുടെ മീനിങ് എന്താ? വേക്കൻറ്റ്. അപ്പോൾ നോൺ എലമെന്റ് റിലേറ്റഡ് ടു എനി എലമെന്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫോർത്ത് പഠിക്കാൻ പോകുന്നത് റിലേഷൻ ആർ ഓൺ എ. റിലേഷൻ ആർ ഓൺ എ is said to be reflexive, symmetric, transitive. ഇതിൽ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞ 3 ഇതാണുള്ളത് റിലേഷൻ ആർ ഓൺ എയിൽ വരുന്നത്. റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും നമുക്ക് റിലേഷൻ? ഈ റിലേഷൻ എ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ. ഇത് റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. അതിന് നമുക്ക് എങ്ങനെ നോട്ട് ചെയ്യാം? എ റിലേഷൻ ഓഫ് എ ഫോർ ഓൾ എവരി എ ബിലോങ്സ് ടു ആർ. അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി സിമെട്രിക് ആണെങ്കിലോ എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എവരി എ ബി ബിലോങ്സ് ടു ആർ. ഇതാണ് സിമെട്രിക് എന്ന് പറയുന്നത്. എ ബിനെ നമ്മൾ തിരിച്ചു എഴുതുന്നു, അത്രയുള്ള ഡിഫറൻസ്. പിന്നെ ട്രാൻസിറ്റീവ് ആകുമ്പോഴോ നമ്മൾ എ ബി സി എന്ന് പറഞ്ഞ നമ്പേഴ്സ് എടുക്കാം എളുപ്പമാക്കുന്നതിനായിട്ട്. അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എന്തായിരിക്കും? തനിയെ പറഞ്ഞു നോക്കാം. ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എവരി എ ബി സി ബിലോങ്സ് ടു ആർ. ഇതാണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ഇട്ടാൽ മതി. പിന്നെ ഇനി നമുക്ക് ഫിഫ്ത്ത് റിലേഷൻ പഠിക്കാം. ഫിഫ്ത്ത് റിലേഷൻ എങ്ങനെ നമുക്ക് പറയാം? ഫിഫ്ത്ത് റിലേഷന് നമ്മളിപ്പോൾ പഠിച്ചത് ഫിഫ്ത്ത് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വലന്റ് റിലേഷൻ ആണ്. അതായത് ഫിഫ്ത്ത് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് relation.
ഇക്വലന്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എ റിലേഷൻ ഈസ് സെഡ് ടു ബി റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, പിന്നെന്താ മൂന്നാമത് നമ്മൾ പഠിച്ചത് ട്രാൻസിറ്റീവ് ആവണം. ഈ 3 ഗുണങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു റിലേഷൻ എന്ന് പറയുന്നത് സെഡ് ടു ബി ഇക്വലന്റ് റിലേഷൻ ആയിട്ട് പറയുള്ളൂ. ഇപ്പൊ നമ്മൾ 5 റിലേഷൻസ് പഠിച്ചു. ഇനി ഈ റിലേഷൻസ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നോട്ട്സ് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഒരു റിലേഷൻ നോട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നൾ സെറ്റ് ഇല്ലേ, നൾ സെറ്റ് നോൺ എംപ്റ്റി സെറ്റിനെയാണ് നമ്മൾ നൾ സെറ്റ് എന്ന് പറയുന്നത്. നോൺ എംപ്റ്റി സെറ്റ് സബ്സെറ്റ് ഓഫ് എന്തായിരിക്കും, നമ്മുടെ ആറായിരിക്കും, അത് ഓർത്തിരിക്കാൻ. പിന്നെ റെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ആറൊരു എലമെന്റ്, ആറൊരു ഗ്രൂപ്പാണെന്ന് വെച്ചോ, റിലേഷൻ ആണെന്ന് വെച്ചോ, എസ് ഒരു റിലേഷൻ ആണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ആർ ഇന്റർസെക്ഷൻ എസ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു അതെന്ന് പറയുന്നത് ഇക്വലന്റ് റിലേഷൻ ആയിരിക്കും. ഇക്വലന്റ് റിലേഷൻ ആയിരിക്കും. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഒരു ഇക്വലന്റ് റിലേഷൻ ഈക്വൽ അല്ല. യൂണിവേഴ്സൽ സെറ്റ് ഒരു ഇക്വലന്റ് റിലേഷൻ അല്ലായിരിക്കും നെസസറിലി. പിന്നെ തേർഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയുന്നത് is said to be equivalent relation. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻ ആണ്. നമ്മൾ 5 ടൈപ്സ് ഓഫ് റിലേഷൻ പഠിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫംഗ്ഷനെ കുറിച്ചാണ്. 1 on 2 ഫംഗ്ഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. See you.